44-ാമത്തെ പേജിൽ അബൂശാമ റഹിമഹുല്ല മഹാന്മാരായ ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവും ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹുവും എന്ത് ന്യായം വെച്ചുകൊണ്ടാണ് രണ്ടുപേരുടെയും അഭിപ്രായം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതിന് കാരണം പിന്നീട് വിശദീകരിക്കുമെന്ന് പറഞ്ഞത് പ്രകാരം ഇവിടെ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹു ഈ നിസ്കാരം ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് സമർത്ഥിച്ചതിൻ്റെ തെളിവുകൾ ആദ്യമായി വിവരിക്കുന്നു. ഇഅ്തമദൽ ഫഖീഹു അബൂ മുഹമ്മദ് റഹിമഹുല്ലാ ഫി ഇൻകാരിഹ വൽ മൻഇ മിൻഹ. ഈ നിസ്കാരത്തെ എതിർക്കുന്ന വിഷയത്തിലും ഇത് തടയപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ കാര്യത്തിലും അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല അവലംബിച്ചത് അല അദില്ലത്തിൻ കുറെ തെളിവുകളുടെ മേലാണ്. ബാദ ബയാനി ബുത്ലാനി ഹദീസിഹ, ഈ സലാത്തുർ റഗായിബിന്റെ മേൽ അറിയിക്കുന്ന ഹദീസ് ബാത്തിലാണ് എന്ന് വിവരിച്ചതിന് ശേഷം മിൻഹ, ബഹുമാനപ്പെട്ടവർ ഇത് അനാചാരമാണ് എന്നതിന് തെളിവായി അവലംബിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് അങ്കാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വമിമ്മ യദുല്ലു അലാ ഇബ്തിദായി ഹാദിഹി സ്വലാത്തി, ഈ സ്വലാത്തുർ റഗായിബ് പുത്തൻ ആചാരമാണ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് അന്നൽ ഉലമാ അല്ലദീന ഹും അഅലാമുദ്ദീനി വ അഇമ്മത്തുൽ മുസ്ലിമീന മിനസ് സ്വഹാബത്തി വത്താബിഈന വത്താബിഇ താബിഈന വഗൈരിഹിം, താബിഈങ്ങളും താബിഉത്താബിഈങ്ങളും സഹാബത്തുൽ കിറാമും ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങളുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായ മഹാന്മാർ മിമ്മൻ ദൗവനൽ കുതുബ ഫി ശരീഅത്തി, പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വിവരിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച മേൽപ്പറയപ്പെട്ട മഹാന്മാരൊക്കെ മാ ശിദ്ദത്തി ഹിറുസിഹിം അലാ തഅലീമിൻ നാസിൽ ഫറാഇദ വസ്സുനന, ജനങ്ങൾക്ക് ഫർളായ കാര്യങ്ങളെയും സുന്നത്തായ കാര്യങ്ങളെയും പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് വലിയ ആഗ്രഹവും വളരെ ആവേശവും അവർ കാണിക്കലോടുകൂടെ ലം യുൻകൽ അൻ വാഹിദിൻ മിൻഹും അന്നഹു ദക്കറ ഹാദിഹി സ്വലാത്ത, ഈ പറയപ്പെട്ട മഹാന്മാരാരും തന്നെ ഈ നിസ്കാരത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. അവരെ തൊട്ട് ഒരു ഉദ്ധരണിയും ഈ നിസ്കാര സംബന്ധമായി വന്നിട്ടില്ല. വലാ ദൗവനഹ ഫീ കിതാബിഹി, ഒരു ഗ്രന്ഥത്തിലും ഇതിനെക്കുറിച്ച് ഒരു രചന അവർ നടത്തിയിട്ടില്ല. വലാ തഅറദ ലഹാ ഫീ മജ്ലിസിഹി, ഈ മഹാന്മാരുടെ ഒരു സദസ്സിൽ പോലും ഈ നിസ്കാരത്തെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിട്ടില്ല. വൽ ആദത്തു, പതിവനുസരിച്ച് തുഹീലു, വളരെ മുഹാലാണ്, അസംഭവ്യമാണ് അൻ തകൂന മിസ്ലു ഹാദിഹി സുന്നത്തൻ വ തഗീബ അൻ ഹൗലാഇ അല്ലദീന ഹും അഅലാമുദ്ദീൻ വ ഖുദ്വത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതൃകാ പുരുഷന്മാരും ദീനിൻ്റെ അടയാളങ്ങളായി മാറിയ പണ്ഡിതന്മാരായ ഈ ആളുകളെ തൊട്ട് ഇതൊക്കെ അശ്രദ്ധമാവുക. വഹുമുല്ലദീന ഇലൈഹിമുർ റുജൂ ഫി ജമീൽ അഹ്കാമി മിനൽ ഫറാഇലി വസ്സുനനി വൽ ഹലാലി വൽ ഹറാമി, ഹറാമ് ഹലാല് സുന്നത്ത് ഫർളുകൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട മഹാന്മാരിലേക്കാണ് മുസ്ലിം ലോകത്തിൻ്റെ മടക്കം. അങ്ങനെയുള്ള ഒരൊറ്റ മഹാന്റെ ഗ്രന്ഥങ്ങളിലും അവരുടെ സദസ്സുകളിലോ അവരുടെ ക്രോഡീകരണങ്ങളിലോ ഒന്നും തന്നെ ഈ നിസ്കാരത്തെക്കുറിച്ചൊരു പരാമർശം കാണാനില്ല എന്നത് ഈ നിസ്കാരം പുത്തനാശയം ആണ് എന്നതിന് വ്യക്തമായ തെളിവാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല ഇതിന് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന കാര്യം അബൂശാമ റഹിമഹുല്ല നമ്മളോട് ഉണർത്തുന്നു. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമായ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സഹാബത്തുൽ കിറാമും താബിഈങ്ങളും താബിഉത്താബിഈങ്ങളും ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തിൻ്റെ മാതൃകായോഗ്യരായ മഹാന്മാർ ഉദ്ധരിക്കാതെ വിവരിക്കാതെ അത് ലോകത്ത് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാതെ ബാക്കി വെക്കില്ല എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഈ നിസ്കാരത്തെ വിമർശിക്കുന്നതിന് തെളിവായി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പറ്റില്ല. അഥവാ ദീനുൽ ഇസ്ലാമിൽ പുണ്യമായ ഒരു കാര്യം ഈ മഹാന്മാരാരും അറിയാതെയും പറയാതെയും അവർക്ക് മനസ്സിലാകാതെയും ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മം ഉണ്ടാവുക എന്നത് ബുദ്ധിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അസംഭവ്യമായ കാര്യമാണ്. തുഹീലു അൻ തകൂന മിസ്ല ഹാദിഹി സുന്നത്തൻ, ഇത് സുന്നത്തായി മാറുക, ഒരു പുണ്യകർമ്മമായി മാറുക എന്നത് മുഹാലാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ഹിജ്റ 300-ന് ശേഷമോ അല്ലെങ്കിൽ 400-ന് ശേഷമോ 600-ന് ശേഷമോ 900-ന് ശേഷമോ തുടങ്ങിയ
ഏതെങ്കിലും ഒരു കാര്യത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ പുണ്യകർമ്മമാണ് എന്ന് പറയുകയും അത്തരം ഒരു വിഷയവും സഹാബത്തുൽ കിറാമിനും താബിഈങ്ങൾക്കും താബിഈങ്ങൾക്കുമൊന്നും പരിചയമില്ലാതെ പോവുക എന്നതും മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വസ്തുത അല്ല എന്ന് സുഹൃത്തുക്കളെല്ലാം മനസ്സിലാക്കുന്നത് ആഖിറത്തിൽ വെച്ച് കൈകടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമാകും എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ.